ഏറ്റവും അടുത്തിറങ്ങിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ 33.74% ജനതയെ അഫക്റ്റ് ചെയ്ത ഒരു കണ്ടീഷനാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ UTI. ഇവയിൽ തന്നെ സ്ത്രീകളെ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ അലട്ടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, എങ്ങനെയൊക്കെ ഇവ വരുന്നു, എങ്ങനെയൊക്കെ നമുക്ക് ഇവയെ മാനേജ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സാജൻ വി എഡിസൺ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ജനതയുടെ കണക്കുകൾ പ്രകാരം 8 മുതൽ 10 മില്യൺ ആളുകളാണ് ഓരോ വർഷവും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാരണം ചികിത്സ നേടുന്നത്. ആദ്യമേ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലുള്ള യൂറിനറി സിസ്റ്റത്തിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും നമ്മുടെ ബ്ലാഡറിൽ വരുന്നതിനെ സിസ്റ്റൈറ്റിസ് എന്നും, കിഡ്നിയിൽ വരുന്ന ഇൻഫെക്ഷനെ പൈലോനെഫ്രൈറ്റിസ് എന്നും, യുറീത്രയിൽ വരുന്നതിന് യുറീത്രൈറ്റിസ് എന്നും പറയും. അങ്ങനെ യൂറിനറി സിസ്റ്റത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വരികയും അത് കാരണം നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. സാധാരണയായി നമ്മുടെ കിഡ്നി ബ്ലഡിൽ വരുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് ഫിൽട്ടർ ചെയ്യും. അതിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇത്തരത്തിൽ യൂറിനറി സിസ്റ്റം വഴി മൂത്രമായി പുറന്തള്ളുന്നത്. ബാക്ടീരിയകൾ ഇത്തരത്തിലുള്ള യൂറിനറി സിസ്റ്റത്തിലേക്ക് കടക്കുകയും ഇത്തരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കണ്ടീഷനാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി സിസ്റ്റത്തിലെ പല ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ആദ്യമേ തന്നെ കിഡ്നിയിൽ ഇത്തരത്തിലുള്ള ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ഫിൽട്ടർ ചെയ്യും. ഇത്തരത്തിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് യുറീറ്റർ വഴി, യുറീറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലുള്ള കിഡ്നീസിൽ നിന്നുള്ള ട്യൂബാണ് യുറീറ്റർ. ഇത്തരത്തിലുള്ള ട്യൂബ് വന്ന് യൂറിനറി ബ്ലാഡറിലേക്ക് എത്തുകയും ബ്ലാഡറിൽ നിന്ന് യുറീത്ര വഴി നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിൻ പുറന്തള്ളുകയും ചെയ്യും. ഇത്തരത്തിലാണ് നമ്മുടെ യൂറിനറി സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ യൂറിനറി സിസ്റ്റം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ആദ്യമേ തന്നെ നമ്മുടെ കിഡ്നിക്കുള്ളിൽ ഇത്തരത്തിലുള്ള ബ്ലഡ് വെസൽ വരികയും കിഡ്നിക്കുള്ളിൽ ഫിൽട്രേഷൻ നടക്കുകയും ഇതിനുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് രണ്ട് കിഡ്നീസിൽ നിന്നുള്ള യുറീറ്റർ വഴി യൂറിനറി ബ്ലാഡറിലേക്ക് എത്തുകയും ബ്ലാഡറിൽ നിന്ന് യുറീത്ര വഴിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിൻ പുറന്തള്ളുന്നത്. ഇത്തരത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ള യൂറിനറി സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ. പുരുഷന്മാരുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് 2 മുതൽ 3 ഇരട്ടി വരെ സാധ്യത വളരെയധികം കൂടുതലാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വരുവാനായിട്ട്. 90% ഈക്കോളൈ ബാക്ടീരിയ കാരണമാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ സ്പ്രെഡ് ചെയ്യുന്നത്. ഈക്കോളൈ 90% യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കാരണമാകുന്നെങ്കിലും ക്ലബ്സില്ല, സിട്രോബാക്ടർ തുടങ്ങിയ ബാക്ടീരിയകൾക്കും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കാൻഡിഡിയ തുടങ്ങിയ ഫംഗൽ ഇൻഫെക്ഷനുകളും യൂറിനറി ട്രാക്റ്റിനെ അഫക്റ്റ് ചെയ്തേക്കാം. അങ്ങനെ ഇത്തരത്തിലുള്ള ബാക്ടീരിയ യൂറിനറി ട്രാക്റ്റിലെ അഫക്റ്റ് ചെയ്യുകയും ഇത്തരത്തിലുള്ള സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇനി എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്, ആർക്കൊക്കെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചവരിലും അതുപോലെ തന്നെ അമിതമായ ആൻറ്റിബയോട്ടിക് അതുപോലെ തന്നെ സ്പെർമിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തവരിലും ഇത്തരത്തിലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഫെമിലിയൽ ടെൻഡൻസി, നമ്മൾ ജനറ്റിക് ആയിട്ടുള്ള പല റീസൺസ് കാരണവും ഫെമിലിയൽ ആയിട്ടുള്ള ടെൻഡൻസി കാരണവും ഇത്തരത്തിൽ UTI വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈക്കോളൈ ബാക്ടീരിയ 75 മുതൽ 95% കേസസിലും ഈക്കോളൈ ബാക്ടീരിയയാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുള്ളത്. അതല്ലാതെ ക്ലബ്സില്ല, പ്രോട്ടിയസ് മയാബിലിസ്, സ്യൂഡോമോണസ് ആർഗിനോസ തുടങ്ങിയ ബാക്ടീരിയകളും ഗ്രാം പോസിറ്റീവായിട്ടുള്ള ബാക്ടീരിയകളായ സ്റ്റഫൈലോകോക്കസ് 5 മുതൽ 10% കേസസിലും, അതുപോലെ തന്നെ എൻട്രോകോക്കസ് വെസിക്കുലസ്, സ്ട്രെപ്റ്റോകോക്കസ് അഗാലസ്റ്റിഡെ തുടങ്ങിയ ബാക്ടീരിയകളും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുണ്ട്. ഡയബറ്റിസ് ഉള്ളവരിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏജ് കൂടുതലുള്ള ആൾക്കാരിലും, അൽഷിമേഴ്സ് ഡിസീസ്, ഡെലീരിയം തുടങ്ങിയ കണ്ടീഷൻ ഉള്ളവരിലും, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. പലരിലും ബ്ലാഡറിൽ നിന്ന് യൂറിൻ കൃത്യമായിട്ട് എംറ്റി ആവാതിരിക്കുന്ന കണ്ടീഷനുകളിലും മൂത്രം ബ്ലാഡറിനകത്ത് കെട്ടി നിൽക്കുന്ന സമയത്തും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. യൂറിനറി കത്തീറ്റർ ഇട്ടവരിലും, ബവൽ മൂവ്മെൻറ്റ്സ് ഇറഗുലർ ആയിട്ടുള്ളവരും, ഉദാഹരണത്തിന് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവരിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. മെയിൽസിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്തവരിലും, യുറീത്ര നാരോ ആയവരിലും, കിഡ്നി സ്റ്റോൺ ബാധിച്ചവരിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നു. ഫീമെയിൽസിൽ പ്രഗ്നൻസി പീരീഡിലും ഇത്തരത്തിലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെയധികം കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തവരിലും ഇത്തരത്തിലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുകൾ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ
യൂറിനറി സിസ്റ്റത്തിൽ കിഡ്നി, ബ്ലാഡർ, യുറീറ്റർ തുടങ്ങിയവയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ കാരണം അവിടുത്തെ യൂറിനറി ലൈനിങ്ങിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും അങ്ങനെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കാരണമാണ് നമ്മുടെ ശരീരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നത്. അത്തരത്തിലുള്ള സിംറ്റംസ് ഏതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമതായി മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദന പേഷ്യൻസിന് അനുഭവപ്പെടാറുണ്ട്. യൂറിനിൽ ബ്ലഡിൻ്റെ അംശവും പലപ്പോഴും കണ്ടുവന്നേക്കാം. യൂറിൻ ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക. യൂറിൻ ഫുള്ളായിട്ട് നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. നമ്മൾ ഒരു 5 മിനിറ്റ് ഇടവിട്ടൊക്കെ വീണ്ടും യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക. ഇതൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള പേഷ്യൻസിൻ്റെ ലക്ഷണമാണ്. അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യണമെന്ന ടെൻഡൻസി വരികയും ബ്ലാഡർ ഫുള്ളായിട്ട് എംപ്റ്റി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവും നിലവിൽ വരികയാണ്. പതഞ്ഞ് ക്ലൗഡി ആയിട്ടുള്ള ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള യൂറിനായിരിക്കും ഇത്തരത്തിലുള്ള പേഷ്യൻസിന് കാണാം. വയറിൻ്റെ 2 വശത്തേക്കും അടിവയറിൻ്റെ താഴോട്ടേക്കും ഉള്ള വേദന, കഠിനമായ വേദനയും ഇത്തരത്തിലുള്ള UTIയുടെ ഒരു സിംറ്റമാണ്. പേഷ്യൻസ് യൂറിനേറ്റ് ചെയ്തതിന് ശേഷം ക്ഷീണിതനായിട്ട് കാണപ്പെടുക, മെയിൽസിനായി പെന്നിസിനൊക്കെ ഭയങ്കര പെയിൻ സംഭവിക്കുക, കഠിനമായ പനി, വിറയൽ, നോസിയ, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുക, സ്ട്രെസ്ഡ് ആയിട്ട് കാണപ്പെടുക, ഇതൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് ആണ്. കിഡ്നീസിനെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലായിട്ടും നമുക്ക് വയറിൻ്റെ 2 സൈഡുകളിൽ, ഫ്ലാങ്കുകളിൽ നമ്മുടെ കിഡ്നി ഇരിക്കുന്ന ആ ഒരു പോർഷൻ്റെ അവിടെയുള്ള വേദനകൾ, അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള പനി, വിറയലുകൾ, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, ഛർദിൽ തുടങ്ങിയവ കിഡ്നി അഫക്റ്റ് ചെയ്യുമ്പോൾ സിംറ്റംസ് ആയിട്ട് അനുഭവപ്പെടാറുണ്ട്. ബ്ലാഡറിനെ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് പെൽവിസിൻ്റെ അവിടെ ഒരു പ്രഷർ ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ അടിവയറിൻ്റെ അവിടെ ഒരു ഡിസ്കംഫർട്ട് പോലെ ഫീൽ ചെയ്യും. ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പെയിൻഫുൾ ആയിട്ടുള്ള യൂറിനേഷനും അതുപോലെ തന്നെ യൂറിനിൽ ബ്ലഡും നമുക്ക് ബ്ലാഡറിനെ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. യുറീത്രയെ അഫക്റ്റ് ചെയ്യുന്ന യുറീത്രൈറ്റിസ് ആണെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഒരു നീറ്റൽ പോലെ, ബേണിംഗ് പോലെ യൂറിനേഷൻ്റെ സമയത്ത് കാണുവാനും പ്രത്യേകതരം ഡിസ്ചാർജുകളും ഇത്തരത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ കിഡ്നിയും ബ്ലാഡറിലും യുറീത്രയിലും അഫക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള സിംറ്റംസ് നമുക്ക് എവിടെയാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ എന്ന് ക്ലിനിക്കലി ഇത്തരത്തിലുള്ള സിംറ്റംസ് വഴി നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കും. ഈക്കോളെ പോലുള്ള ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ യുറീത്ര വഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. യുറീത്ര വഴി ഇങ്ങനെ പ്രവേശിക്കുന്ന ബാക്ടീരിയ യൂറിനറി ബ്ലാഡറിലേക്കും പലപ്പോഴും സിവിയർ കേസസിൽ കിഡ്നി വരെ ബാധിക്കുകയും ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് പലപ്പോഴും എത്തിക്കാറുള്ള ഒരു കണ്ടീഷനാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് നമ്മൾ കണ്ടാലുടൻ തന്നെ അത് നെഗ്ലക്റ്റ് ചെയ്യാതെ അതിനെ തീർച്ചയായും കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്ത് ഒരു ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ കൃത്യമായിട്ട് മെഡിക്കേഷൻ എടുത്ത് ഈ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളുമായി നിങ്ങൾ മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ കിഡ്നിയെ ബാധിച്ച് ഇനിയും സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ലബോറട്ടറി പ്രൊസീജിയേഴ്സിലോട്ടും ഡയഗ്നോസ്റ്റിക് ടെക്നിക്കും എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമതായി നമ്മൾ ലബോറട്ടറിയൽ ടെസ്റ്റിൽ യൂറിൻ അനാലിസിസ്, കൃത്യമായി ഒരു ലബോറട്ടറിയിൽ പോയി നമ്മൾ യൂറിൻ അനാലിസിസും യൂറിൻ കൾച്ചറും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യൂറിൻ അനാലിസിസ് വഴി നമുക്ക് നൈട്രേറ്റ്സും ലൂക്കോസൈറ്റും വൈറ്റ് ബ്ലഡ് സെൽസ് ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുവാനും യൂറിൻ കൾച്ചർ വഴി കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണ് യൂറിനിൽ പ്രസന്റ് ആയിരിക്കുന്നതെന്ന് കൾച്ചർ ചെയ്ത് കൃത്യമായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമതായി ഒരു അൾട്രാസൗണ്ട് എടുക്കാനായിട്ട് സാധിക്കും. അൾട്രാസൗണ്ട് ഇമാജിംഗ് ടെക്നിക്ക് വഴി നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ അസസ് ചെയ്യാനും എന്തെങ്കിലും തരത്തിലുള്ള പത്തോളജി ഉണ്ടോ, എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അൾട്രാസൗണ്ട് പോലെ CT സ്കാൻ നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ക്രോസ് സെക്ഷനലായിട്ട് നമ്മൾ ഓർഗൻസിനെയൊക്കെ പരിശോധിച്ച് ഏത് തരത്തിലുള്ള പത്തോളജി ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. സിസ്റ്റോസ്കോപ്പ് വഴി നമ്മൾ യുറീത്ര വഴി നമ്മുടെ ബ്ലാഡറിനകത്തുള്ള UTIയുടെ പത്തോളജിയൊക്കെ സിസ്റ്റോസ്കോപ്പ് വഴി അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിലൂടെ ഡയബറ്റിസ് പോലുള്ള എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നും കൃത്യമായിട്ട് റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റിലൂടെ മറ്റ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടോ എന്നും കൃത്യമായിട്ട് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. യൂറിൻ കളക്ഷൻ്റെ സമയത്ത് ഒരു STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സസ്പെക്ട് ആവുന്ന കണ്ടീഷനിൽ നമ്മൾ കൃത്യമായി യുറീത്രൽ സ്വാബ് ടെസ്റ്റ് ചെയ്യുക. യൂറിൻ വോയിഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിലുള്ള യുറീത്രൽ സ്വാബ് കളക്ട് ചെയ്ത് തന്നെ യൂറിൻ ടെസ്റ്റിൽ ഡിപ്സ്റ്റിക് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. നൈട്രേറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് കൃത്യമായും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് സ്പെസിഫിക് ആയിട്ടുള്ളതാണ് ഡിപ്സ്റ്റിക് ടെസ്റ്റ്. ലൂക്കോസൈറ്റ് എസ്റ്ററേസ് ടെസ്റ്റും മോർ ദാൻ 10 WBC പെർ മൈക്രോ ലിറ്ററിലാണെങ്കിൽ നമ്മൾ കൃത്യമായി ഒരു UTIയുടെ സാധ്യത പറയുന്നുണ്ട്. തന്നെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ വഴി കൃത്യമായിട്ട് നമുക്ക് ബാക്ടീരിയയുടെ പ്രസൻസും കൃത്യമായി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ സമയത്ത് കൾച്ചറുകൾ, യൂറിൻ കൾച്ചർ നമ്മൾ കൃത്യമായിട്ട് നടത്തേണ്ടതാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരെയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ CT സ്കാന്
ഇത്തരത്തിലുള്ള സ്കാനിങ് ഇമാജിങ് ടെക്നിക്ക് വഴി നമ്മളെ നെഫ്രോലിത്തിയാസ്, നമ്മൾ കിഡ്നി സ്റ്റോൺ ഉണ്ടോ, അങ്ങനെ ഇത്തരത്തിലുള്ള മറ്റ് കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ STDs ഉണ്ടോ, മറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നും നമ്മൾ കൃത്യമായിട്ട് ഇതിനെ വേർതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. UTI വരുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം എന്നതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നാമതായി നമ്മൾ പ്രോപ്പറായിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഏറ്റവും ഒന്നാമതായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും ഫീമെയിൽസിൽ വജൈനയും യുറീത്രയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെയധികം ഷോർട്ടായത് കാരണം ഇത്തരത്തിലുള്ള ഈക്കോളെ ബാക്ടീരിയ ഈസിയായി രക്തത്തിൽ നിന്നും യുറീത്രയിലോട്ട് എത്താനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഫീമെയിൽസിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്തും റെഗുലർലി നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കുക, ധാരാളമായിട്ടുള്ള വെള്ളം കുടിക്കുക. അത് പ്രത്യേകമായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ മാനേജ്മെൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും സമ്മർ സീസൺ വരെയാണ്. ഒരു ദിവസം 12 മുതൽ 14 ഗ്ലാസ് വരെ വെള്ളം നമ്മൾ കൃത്യമായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ യൂറിനറി സിസ്റ്റം വഴി ഇത്തരത്തിലുള്ള ബാക്ടീരിയ യൂറിനറി ട്രാക്റ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. പലപ്പോഴും പല പേഷ്യൻസിനെയും ഇത്തരത്തിലുള്ള UTI വന്നവരോട് സംസാരിക്കുമ്പോഴത്തേക്കും അവർ ഓഫീസിൽ അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈമിലൊക്കെ മൂത്രമൊഴിക്കാനുള്ള മടി കാരണം പലപ്പോഴും യൂറിനേറ്റ് ചെയ്യാത്ത ഒരു കണ്ടീഷൻ പലരിലും ഉണ്ടാകാറുണ്ട്. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ബ്ലാഡർ എംപ്റ്റി ചെയ്ത് ബ്ലാഡറിലെ യൂറിൻ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം. അപ്പോൾ അത്തരത്തിലുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്യൂട്ടി എടുക്കുന്നവർ കൃത്യമായുള്ള ഇടവേളകളിൽ നിങ്ങൾ യൂറിനേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാർട്ണറുമായിട്ടുള്ള ഇൻ്റർകോഴ്സിന് മുൻപും അതിനുശേഷവും കൃത്യമായി ബ്ലാഡർ എംപ്റ്റി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലാഡറിനകത്ത് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ തങ്ങി നിൽക്കാതെ കൃത്യമായി ബ്ലാഡർ എംപ്റ്റി ചെയ്യാനായിട്ട് ഇൻ്റർകോഴ്സിന് മുൻപും അതിനുശേഷവും ശ്രദ്ധിക്കുന്നത് വഴി UTIയുടെ സാധ്യതകൾ നമുക്ക് ഒഴിവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ക്ലോത്തിങ് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത്തരത്തിലുള്ള സമ്മർ കണ്ടീഷനിലും ചൂട് കൂടിയ സമയത്ത് ഇത്തരത്തിലുള്ള ടൈറ്റ് ക്ലോത്തിങ്ങും ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് വഴി അവിടെ നനഞ്ഞ് മോയ്സ്ചറായി അവിടെ ബാക്ടീരിയലും ഫംഗസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് യുറീത്ര വഴി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. നമ്മൾ കൃത്യമായിട്ടുള്ള മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ഹാബിറ്റ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതെയോ നമ്മൾ ഹോം ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഈ ഒരു സിംറ്റംസ് വേഴ്സാകുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലൈഫ് ത്രെറ്റനിങ്ങിനായിട്ടുള്ള പല കോംപ്ലിക്കേഷനിലോട്ടും ഇത് എത്തിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ഇത്തരത്തിലുള്ള റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി നമ്മൾ വുമൻസിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള റിക്കറൻ്റ് ഇൻഫെക്ഷൻ കാണപ്പെടുന്നത്. ഇവ 2 അതിൽ കൂടുതലോ 6 മാസത്തിനിടയ്ക്ക് 2 അതിൽ കൂടുതലോ അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിൽ 4 വട്ടത്തിൽ കൂടുതൽ വരികയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള കിഡ്നി ഡാമേജുകളിലേക്കും അല്ലെങ്കിൽ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഇൻഫെക്ഷനിലോട്ടും എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഇത്തരത്തിൽ റിക്കറൻ്റായി UTIകൾ വന്ന് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ കിഡ്നിയിലോട്ട് അഫക്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള കിഡ്നി ഡാമേജിലോട്ടും അക്യൂട്ട് ആൻഡ് ക്രോണിക് കിഡ്നി ഫെയിലിയറിലോട്ട് വരെ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് എത്തിക്കാറുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിലും UTI വന്നു കഴിഞ്ഞാൽ ഡെലിവറി ആകുന്ന കുട്ടിക്ക് ലോ ബർത്ത് വെയിറ്റ് അല്ലെങ്കിൽ പ്രിമച്ചുറായിട്ട് മാസത്തിന് മുന്നേ തന്നെ ഡെലിവറി ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് വരെ എത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ യുറീത്രൽ നാരോയിങ് ഉണ്ടാകാനും അതുപോലെ തന്നെ കിഡ്നിയിൽ സെപ്സിസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയറിലേക്ക് എത്തിക്കുന്ന ഒരു സിവിയർ ആയിട്ടുള്ള കോംപ്ലിക്കേഷനിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സിംറ്റംസും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ വഴി കൃത്യമായി മനസ്സിലാക്കുകയും കൃത്യമായുള്ള ട്രീറ്റ്മെൻറ്റ് ഇത് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് എക്സ്പെൽ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കണ്ടീഷനുള്ള മാനേജ്മെൻറ്റ് അവൈലബിൾ ആണ്. കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റിലൂടെയും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയും ഇത്തരത്തിലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പൂർണ്ണമായും ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കണ്ട് ചികിത്സ നേടിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ചികിത്സ വേണമെങ്കിലോ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. പൂർണ്ണമായും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, എങ്ങനെയുള്ളവരിലാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വരുന്നത്, എങ്ങനെയൊക്കെ നമുക്കതിനെ മാനേജ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.